ബാക്കിയുള്ളത് കൂടി ഇന്നത്തോടെ തീർക്കാം. ഹായ്, എന്തായിരുന്നു പേര്? ദേവദത്തല്ലേ? ആ പെണ്ണെന്താന്ന്? ദേവദത്ത്. പുള്ളിനെ കൈയോടെ പിടിച്ച വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. സ്പെല്ലിംഗ് ശരിയല്ല. പൈസ കിട്ടിയില്ലെങ്കിൽ പ്രശ്നം. ഞാൻ പിന്നെ വാങ്ങിച്ചോ. ഈ പെണ്ണെന്ന് പിടിച്ചേ. എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് അടുത്തും എല്ലാ കാര്യത്തിനും കട്ട സപ്പോർട്ട് വേണേ. എന്താടാ ഇവന്റെ കമ്പനിക്കാർ മുഴുവൻ SFIക്കാരാ. മെമ്പർഷിപ്പ് എടുത്തു തന്നെ ഭാഗ്യം. അതിന് എനിക്ക് എവിടുന്നാ പോട്ടാ കീശ? കീശയുള്ളവരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ SFIക്കാര്. അവരുടെ കാശ് അണ കുറയാതെ മേൽക്കമ്മിറ്റിയിലെത്തും. ഓ പിന്നെ മുന്നിൽ കുറെ വെള്ളക്കൊപ്പായിരണ നിരന്ന് നിൽക്കുന്നു. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട കേട്ടോ. ഒലീനിന്നെ കുടിക്കന്നെ മോനെ. എന്താണ് ASUന്റെ മെമ്പർഷിപ്പാന്ന്? ആ അങ്ങനെ നിർത്തി ശബ്ദം കുറച്ച് പറയൂ കുട്ടി, എന്നാലല്ലേ ഭാവം വരുള്ളൂ. എടാ, നമ്മളൊക്കെ ഒന്ന് സ്ട്രോങ് ആയാലേ ഈ മെമ്പർഷിപ്പ് ഒക്കെ ഒന്ന് കൂട്ടാൻ പറ്റുള്ളൂ. സ്ട്രോങ് ഒക്കെ നിർത്തി മോളെ. ഒലീന, നിനക്കറിയോ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞു പോകുന്ന എന്നെ 5-6 പേര് ചേർന്ന് ഇടിച്ചപ്പോ SFIക്കാരെന്നെയായിരുന്നു രക്ഷിച്ചേ. അഭിമന്യായിരുന്നു അതിൽ മുമ്പിൽ നിന്നേ. എവിടെ മനുഷ്യൻ തളർന്നു വീഴുന്നുവോ അവിടെ അവരുണ്ടാവും. മനുഷ്യ സ്വപ്നങ്ങളുടെ സമത്വത്തെ ഭൂമിയിൽ പൂവണിയിക്കാനായി ഇറങ്ങി തിരിച്ചവരാണവർ. ഇപ്പൊ ഞാനും അവർക്കൊപ്പം മുമ്പേ പറഞ്ഞു തുടങ്ങി. അഭിമന്യു ASUയിൽ ചേരണം. ബുദ്ധിമുട്ടാവൂലീന. നിങ്ങളുടെ രാഷ്ട്രീയം ഭരിച്ചു വരിച്ച് ഇന്ത്യ ഇന്ന് എവിടെ എത്തി? ഏറ്റവും കൂടുതൽ മാരകരോഗങ്ങളുള്ള രാജ്യങ്ങളിൽ മുന്നിൽ സ്വന്തം മക്കളെ റോഡരികിൽ നിരത്തി നിർത്തി പട്ടിണി കൊണ്ട് വിൽക്കപ്പെടുന്ന പാവം അമ്മമാർ, ജീവിക്കാൻ വേണ്ടി ഉടുമുണ്ടഴിക്കുന്ന സഹോദരിമാർ, പൂട്ടുന്ന ഫാക്ടറികൾ, ജാതിയും മതവും വർഗീയതയുമില്ലാത്ത മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത സാമൂഹിക വ്യവസ്ഥിതിക്ക് വേണ്ടി നിങ്ങൾ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ഒലീന, നിനക്കൊപ്പം നിന്റെ മുൻപിലുണ്ടാകും ഞാൻ. ലാൽ സലാം. ഇങ്ങനെ പോയ ഇത്തവണ ഇലക്ഷൻ ഒറ്റ സീറ്റ് പോലും കിട്ടും തോന്നില്ല. എന്തേലും കുഴപ്പമുണ്ടാക്കി ഇലക്ഷൻ മുടക്കിയല്ലോ. അങ്ങ് ചെന്നേച്ചാ മതി, അടി പാർസലായിട്ട് വീട്ടിലെത്തും. ഹരീഷ്, ഇന്നത്തെ മെമ്പർഷിപ്പിന്റെ കാശൊന്ന് കടായിട്ട് തരാവോ? എന്തിനാ കടാക്കുന്നത്? മൊത്തമായിട്ട് നീ എടുത്തോ, ഊതല്ലേ. ചേട്ടാ ഒന്ന് മാറിയേട്ടാ. ചേട്ടാ എന്തിനാ ചേട്ടാ ഇവിടെ? അത് വലിച്ചു മക്കളെ എടുക്കടാ.
നേരത്തെ തുടങ്ങിയോ? നീ ഇപ്പൊ എവിടെ പോയതാ? ഞാൻ വെള്ളം എടുക്കാൻ പോയതാ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എങ്ങനെ ഇങ്ങനെ വെള്ളവും വെളിച്ചവും ഭക്ഷണം ഇല്ലാത്തിടത്ത് താമസിക്കാൻ പറ്റുക? അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഉന്നതങ്ങളിൽ നിന്നും വന്നു നീ ഹരിതാർദ്ര പർവ്വതം കടന്നു നദികൾ. നിർത്തടാ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോഴാ അവന്റെ ഒടുക്കത്തൊരു കവിത. ആഹാ, എല്ലാവരും എത്തിയോ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഹായ്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരം നിലപാടുകൾ തുടരുകയാണെങ്കിൽ, അതായത് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിത്തരാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ തീർച്ചയായും ശക്തമായ പ്രതിഷേധമല്ലാതെ മറ്റൊന്നും നമ്മുടെ മുൻപിലില്ല. അഖിൽ, നമുക്കൊരു നിവേദനം കൊടുത്താലോ? അതൊക്കെ അവരുടെ അടുത്ത് ചവറ്റ് വിട്ടല്ലേ. സമരം നടത്തിയാലോ? ഓട്ടോണമസ് കോളേജാണ്, തട്ട് കിട്ടണത് അറിയില്ല. ഏതായാലും ആദ്യ പടി എന്നോണം നമുക്ക് ഒരു നിവേദനം സമർപ്പിക്കാം. എന്നിട്ടും നടപടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സമരമാർഗത്തിലേക്ക് തിരിയാം.